വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് മിസ്സിന് അറിയാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സിങ്ക് റോഡ് കെപ്റ്റ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫോർ സം ടൈം. ഒരു സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് ലൈനിൽ കുറച്ച് സമയം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. വാട്ട് ചേഞ്ചസ് ഒബ്സർവ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദി സിങ്ക് റോഡ്? മക്കളെ, സിങ്ക് ദണ്ഡിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റം കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, സിങ്ക് റോഡിനെ കോപ്പർ സൾഫേറ്റ് ലൈനിൽ മുക്കി വെച്ചാൽ എന്താ സംഭവിക്കുക? മക്കളെ, സിങ്കിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് കോപ്പറിനെ കാട്ടിലും കൂടുതലാണ് അല്ലെ. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും അല്ലെ. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലവണ ലൈനിൽ നിന്നും ആദേശം ചെയ്യും. അപ്പൊ ഇവിടെ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലൈനിൽ നിന്നും കോപ്പറിനെ ആദേശം ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് കാണാം, ഈ കോപ്പർ മുഴുവൻ സിങ്കിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ കോപ്പർ ഈസ് ഡെപ്പോസിറ്റഡ് അല്ലെ. എന്ത് ചെയ്യുന്നു? കോപ്പർ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട്, നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് ബ്ലൂ കളർ ഓഫ് ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ CuSO4 അല്ലെ. അപ്പൊ ഇതില് Cu2+ അയോൺസും ഉണ്ട്, അതേപോലെ SO4 2- സൾഫേറ്റ് അയോണുകളും ഉണ്ട്. ഈ കോപ്പർ അയോണുകളുടെ സാന്നിധ്യമാണ് കോപ്പർ സൾഫേറ്റ് ലൈനുകൾക്ക് നീല നിറം കൊടുക്കുന്നത്. നമ്മൾ സിങ്കിനെ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു, ശരിയല്ലേ? പ്ലസ് കോപ്പർ ആറ്റം ആകുന്നു. അപ്പൊ ഇവിടെ കോപ്പർ അയോൺസ് മുഴുവൻ മാറി, കോപ്പർ സൾഫേറ്റ് മാറി സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം, കോപ്പർ അയോൺസ് മാറി സിങ്ക് അയോൺസ് ആയിട്ട് മാറുകയാണ് ഇവിടെ. അപ്പൊ റിഡക്ഷൻ ഇൻ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയോൺസ്, Cu2+ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇവിടെ നീലനിറം മങ്ങുന്നത്. കാരണം എന്താ? നീലനിറം കൊടുക്കുന്നത് തന്നെ ഈ കോപ്പർ അയോൺസ് ആണ്. അപ്പൊ കോപ്പർ അയോൺസ് ഇല്ല എങ്കിൽ നീലനിറം ഉണ്ടാവോ? നീലനിറം ഉണ്ടാവില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഓക്കെ, അപ്പൊ ഒരു പെട്ടിയിൽ തന്നിട്ടുള്ള ആൾക്കാരെ നമുക്ക് നോക്കണം. സിങ്ക് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്, സിങ്ക് സൾഫേറ്റ് ഉണ്ട്, സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഹൗ മെനി ഗാൽവനിക് സെൽസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദീസ്? ഓക്കെ, ഇത് ഉപയോഗിച്ച് എത്ര ഗാൽവനിക് സെല്ലുകൾ ഉണ്ടാക്കാം? ഇങ്ങനെ ഒരു ചോദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? തന്നിട്ടുള്ള മെറ്റൽസിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിനെ ഒന്ന് അതിന്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി, ക്രിയാശീലം കുറഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്? മഗ്നീഷ്യം, പിന്നെ സിങ്ക്, പിന്നെ കോപ്പർ. പിന്നെ നിങ്ങൾ നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മഗ്നീഷ്യം സിങ്കുമായിട്ട് ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കാം. ഇനി അതല്ല, സിങ്കും കോപ്പറുമായിട്ട് ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കാം. അതുമല്ലെങ്കിൽ മഗ്നീഷ്യവും സിങ്കും യൂസ് ചെയ്ത് ഒരു ഗാൽവനിക് സെല്ല് നമുക്ക് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ ടോട്ടൽ 3 ഗാൽവനിക് സെല്ലാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി വിച്ച് ഗാൽവനിക് സെൽ ഹാസ് ദി ഹൈയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? ഏതിലാണ് വോൾട്ടേജിന് ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ മക്കളെ, നിങ്ങൾ ഓർത്ത് വെക്കുക, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഉള്ള സ്ഥലത്തായിരിക്കും വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവുക. കാരണം റിയാക്ടിവിറ്റി കൂടുതലാണ്, ക്രിയാശീലം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? റിയാക്ഷൻ ഏർപ്പെടാൻ അത്രത്തോളം ഇഷ്ടമാണ്, അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അവിടെ റിയാക്ഷൻ നടക്കും അല്ലെ. അപ്പൊ അത്രത്തോളം അവിടെ കുറെ കറണ്ട് ഉണ്ടാവും. അപ്പോ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടും കൂടുതലായിരിക്കും. സോ നമുക്ക് ഏത് ഗാൽവനിക് സെല്ലിനായിരിക്കും? അപ്പൊ നമുക്ക് പറയാം, മഗ്നീഷ്യം കോപ്പർ ഗാൽവനിക് സെല്ലിനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക അല്ലെ. ഇനി അടുത്തത്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഒക്കറിംഗ് അറ്റ് ദി ആനോഡ് ഓഫ് ദി സെൽ വിത്ത് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഉയർന്ന വോൾട്ടേജ് മൂല്യമുള്ള സെല്ലിന്റെ ആനോഡിൽ സംഭവിക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത്
ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യം കോപ്പർ സെല്ലല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഗാൽവനിക് സെല്ലിലേക്ക് വരുമ്പോൾ ക്രിയാശീലം കൂടിയ, റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആനോഡ്. അപ്പൊ ഇവിടെ മഗ്നീഷ്യമാണ് ആനോഡ്. അപ്പൊ ആനോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുക? ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, ഓക്സീകരണമാണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ് ആണ്. സോ മഗ്നീഷ്യം എന്താ ചെയ്യുക? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ബാക്കിയുണ്ട്. അപ്പൊ അതുപോലുള്ള ചോദ്യങ്ങളെല്ലാമായിട്ട് അടുത്ത ദിവസം തന്നെ മിസ് വരുന്നതായിരിക്കും. ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ചോദ്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഡോണ്ട് ബി അഫ്രൈഡ്, ഐ എം വിത്ത് യു. നമ്മൾ ഒന്നിച്ച് തന്നെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ സെറ്റ് ആക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.